ഇതുവരെ ചുവപ്പ് നിറമായിരുന്നു എപ്പോഴും കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ വിജയകാലത്ത് ത്രിവർണ്ണ പതാക കുറച്ച് കൂടുതലായി. UDF MLA മാരും അതുപോലെ തന്നെ കോൺഗ്രസ് MLA മാരും ഒക്കെ കൂടുതലായതുകൊണ്ട് ഒരുപാട് കണ്ടുവെങ്കിൽ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നതെല്ലാം പച്ച നിറത്തിലുള്ള കാർഡുകളായിരിക്കും. ആ പച്ച നിറത്തിലുള്ള കാർഡുകളെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് മുസ്ലിം ലീഗുകാർ ഇറക്കുന്ന പച്ച നിറത്തിലുള്ള കാർഡായിരിക്കും എന്ന് കരുതുന്നെങ്കിൽ തെറ്റി. ഈ പച്ച നിറത്തിലുള്ള കാർഡ് മനുഷ്യരുടെ മനസ്സിലേക്ക് പൊളിച്ചു കയറ്റി അതിൽ നിന്ന് ചുവന്ന രക്തം ഊറ്റിയെടുക്കാൻ ഒരു കൂട്ടർ മാത്രമല്ല 2 കൂട്ടരും ഇനി പ്രവർത്തിക്കുകയും ചെയ്യും. അതിൽ രസകരമായി ആരംഭിച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇലക്ഷനെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇനി ഒരു വശത്തുനിന്നല്ല ഈ ആക്രമണം നടത്തുക, 2 വശത്തുനിന്നും ഇതായിരിക്കും ആക്രമണം. അതുകൊണ്ട് അടുത്ത 5 വർഷം കഴിയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഇപ്പോൾ ഈ നടക്കുന്ന മുഖ്യമന്ത്രി തർക്കങ്ങളുടെ ക്ലൈമാക്സിലായിരിക്കും ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ഒന്നുമല്ല. അന്ന് ഇലക്ഷൻ നടക്കാൻ പോകുന്നതും ഓഡിറ്റ് നടക്കാൻ പോകുന്നതും മുഴുവൻ ഈ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു, മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്തു എന്നൊക്കെ പറയുന്നൊരു ഫോർമാറ്റിലായിരിക്കും. അതെല്ലാവർക്കും ഓർമ്മ വേണം. ആവേശം കാണിക്കുന്നവർക്കും ആക്രോശിക്കുന്നവർക്കും അടിച്ചു പൊളിക്കണമെന്ന് പറയുന്നവർക്കും എല്ലാം ആ ഓർമ്മ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ദേ ഒരു വാർത്ത കണ്ടുകൊള്ളൂ. വെല്ലുവിളിച്ച് ലീഗ് 5 മന്ത്രിമാർ വേണം, വിദ്യാഭ്യാസം വിട്ടുകൊടുക്കില്ല. ഈ വാർത്ത ജനൻ TV അല്ല, ദേശാഭിമാനിയുടെ വാർത്തയാണ്. വെല്ലുവിളിച്ച് ലീഗ് 5 മന്ത്രിമാർ വേണം, വിദ്യാഭ്യാസം വിട്ടുകൊടുക്കില്ല. ഇതാണ് അതിൻ്റെ സാരം. അപ്പോൾ ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഘട്ടമൊന്നും ആയില്ല. അവിടെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിമാർ കഴിഞ്ഞാണല്ലോ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ ചർച്ചയിലേക്ക് കടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ആയില്ല. എന്ന് മാത്രമല്ല, ഈ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കൂടി ഈ മുഖ്യമന്ത്രിയായി പരിഗണിക്കപ്പെടുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ചർച്ചയൊന്നും ഇപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്യാനും കഴിയുന്നൊരു സ്ഥിതിയല്ല. എന്തെങ്കിലും ഒരു തീരുമാനം കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചെങ്കിലേ അദ്ദേഹത്തിന് സംഘടനാ ചുമതല സെക്രട്ടറിയായോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായോ ഈ പറയുന്ന തീരുമാനങ്ങൾ തുടങ്ങാൻ പറ്റുള്ളൂ. വേറൊരാളിനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി എന്നുള്ള നിലയിൽ അതിലേക്കൊക്കെ കടക്കാം. പക്ഷേ ഇപ്പോൾ അതൊന്നും സാധ്യമല്ലാത്ത നിലയിലാണ് സംഗതികൾ കിടക്കുന്നത്. അപ്പോഴാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. 5 മന്ത്രിമാർ നേരത്തെ ലീഗിനുണ്ടായിരുന്നു. 4 മന്ത്രിമാരായിരുന്നത് കഴിഞ്ഞ തവണ മുതലാണ് 5 മന്ത്രിയായത്. അന്ന് 5ാം മന്ത്രി എന്ന് പറഞ്ഞ് വലിയ വിവാദവും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള ഈ മുന്നണിയുടെ വിജയത്തിന് ഏറ്റവും കൂടുതൽ പണിയെടുത്ത ഘടകകക്ഷികളിലൊന്നാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് അവരുടെ 5ാം മന്ത്രി എന്നൊക്കെ പറയുന്ന ഒരു വിവാദമൊന്നും ആയില്ല, ചർച്ചയാക്കേണ്ട കാര്യമില്ല. 5 മന്ത്രിസഭ കൊടുക്കുന്നത് അവരോട് കാണിക്കുന്നൊരു അനീതിയുമല്ല. ആകെയുള്ള ഈ പറയുന്ന സംഗതികളെല്ലാം നോക്കുമ്പോൾ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ അവർക്ക് 5 കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അതിപ്പോഴേ ഒരു ചർച്ചയായിക്കൊണ്ട് വരിക. പിന്നെ വിദ്യാഭ്യാസം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കേട്ടാൽ തോന്നും കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും കൂടെ 5-6 വകുപ്പ് ഇങ്ങനെ ചുറ്റിനും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കോൺഗ്രസ്സുകാർ കറന്ന് പിടിക്കുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടി ഇപ്പുറത്ത് അതിൻ്റെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വ്യത്യസ്തമായ സംഗതികളായിരിക്കും ഇത് വന്നുകൊണ്ടിരിക്കുക. ഇത് കാണുന്നവർ ഓർക്കേണ്ടത്, നമ്മൾ വിചാരിക്കും ഇതാരും കാണുന്നില്ല, ഇതൊന്നും വലിയ ചർച്ച ചെയ്യപ്പെടുന്നില്ല, ഇതെങ്ങും കയറുന്നില്ലെന്നൊക്കെ വിചാരിക്കും. അത് വെറുതെയാണ്. കയറേണ്ട സ്ഥലങ്ങളിലേക്ക് കയറിക്കൊള്ളും. ഈ സാമൂഹ്യ മാധ്യമത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ, നമ്മൾ കാണുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരുമാണ്. അല്ലാത്ത ഒരുപാട് മനുഷ്യർ വേറെ പേജുകളിലുണ്ട്. അവിടങ്ങളിലൊക്കെ പോയി ഇത് കത്തി കയറിക്കൊള്ളും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കത്തി കയറ്റാൻ ആളുണ്ട്. ഈ അല്ലാത്ത പ്രവൃത്തി കൊണ്ടുകൂടി സ്വയം കത്തി കയറ്റരുത് എന്നാണ് എൻ്റെ അഭിപ്രായം.